ആഴ്ചയിൽ ഒരിക്കൽ വേണമെന്ന് ആവശ്യപ്പെടുന്ന ബീഫ് പുട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. പുട്ട് എല്ലാവരും പുട്ടുണ്ടാക്കുന്നതാണ്. എന്നാലും ഞാൻ ഇത്തിരി ചൂടുവെള്ളത്തിനകത്ത് പാകത്തിന് ഉപ്പിട്ടതാണ്. അപ്പോൾ അതൊന്ന് നനച്ചൊരു 5 മിനിറ്റെങ്കിലും അത് ഇരിക്കട്ടെ, അതൊന്ന് നനയ്ക്കട്ടെ. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് പുട്ട് ഇതിങ്ങനെ നനച്ച് വെച്ചിരുന്നു. ഇനി ഇതിനെ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പൊടിയെല്ലാം ഒന്ന് മിക്സിയിലാക്കി വെച്ചു. ഇനി ഞാനിവിടെ കുറച്ച് ബീഫ് പറ്റിച്ചുലർത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് മിക്സിയിലിട്ട് ഒന്ന് കറക്കി, ഒരുപാട് പൊടിഞ്ഞു പോകണ്ട, ഒന്ന് കറക്കിയെടുക്കാം. ബീഫ് ഇതുപോലെ ഇങ്ങനെ കറക്കിയെടുത്തേക്കണം, ഒരുപാട് പൊടിഞ്ഞു പോകാതെ. പിന്നെ ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് പിള്ളേർക്ക് ബീഫ് വേണ്ടാന്ന് പറഞ്ഞു, പഴം ഇട്ടാൽ മതി. അപ്പം 2ആയിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് നമുക്ക് ബീഫും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ബീഫ് ഇടയ്ക്കിട്ടും ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഇഷ്ടം ബീഫ് കൂടി മിക്സ് ചെയ്യുന്നതാണ്. അപ്പം അതിനൊന്നോടെ രുചിയാന്ന് പറയും. പിന്നെ നമ്മുടെ പുട്ട് നമുക്ക് ഇതിനകത്ത് കോരിയിടാം. നമ്മുടെ ചിരട്ടപ്പുട്ടിങ് എടുത്തിട്ട് നമ്മുടെ ബീഫ് പുട്ട് വയ്ക്കാം. കേട്ടെ, നമ്മുടെ ബീഫ് പുട്ട് റെഡി.